മലയാളിയും എഡ്യൂടെക് കമ്പനി ബൈജൂസ് ആപ്പ് ഉടമയുമായ ബൈജു രവീന്ദ്രനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന് പുറത്തേക്ക് ബൈജുവിന് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. വിദേശ നാണയ വിനിമയ ചട്ട ലംഘനത്തിനടക്കം ED അന്വേഷണം നേരിടുന്ന ബൈജൂസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ാണ് കണ്ണൂരുകാരനായ ബൈജു രവീന്ദ്രൻ ബാംഗ്ലൂരിൽ വെച്ച് തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന തന്റെ കമ്പനിയുടെ ഉൽപ്പന്നം എന്ന നിലയിൽ ബൈജൂസ് ആപ്പ് തുടങ്ങുന്നത്. കൂടെ ഉണ്ടായിരുന്നത് ഭാര്യയും ബൈജൂസ് ആപ്പിന്റെ ഡയറക്ടറുമായ ദിവ്യ ഗോകുൽനാഥും. ഒരു എഞ്ചിനീയർ ആയിരുന്ന ബൈജു രവീന്ദ്രൻ തുടക്കകാലത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുമായുള്ള ഓൺലൈനായുള്ള വീഡിയോ ബേസ്ഡ് ലേണിംഗ് പ്രോഗ്രാംസ് ആയിരുന്നു നൽകിയിരുന്നത്. ഈ ലേണിംഗ് ആപ്പുകൾ അത്ര സുപരിചിതമല്ലാത്ത അക്കാലത്ത് പതിയെ വളർന്ന ബൈജൂസിന് 2017 8,200 കോടി രൂപ നിക്ഷേപക മൂല്യമുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിക്കുന്ന യൂണിക്കോൺ ടൈറ്റിൽ ലഭിച്ചു. 2018 ആവുമ്പോൾ 1,50,00,000 ഉപയോക്താക്കൾ ഉണ്ടായിരുന്നു ബൈജൂസിന്. തുടർന്ന് കോവിഡ് കാലത്തെ ലോക്ക്ഡൗൺ സാഹചര്യങ്ങൾ ഓൺലൈൻ വിദ്യാഭ്യാസ മേഖലയുടെ അനന്ത സാധ്യതകൾ തുറന്നപ്പോൾ അതിൽ നിന്നും വലിയ നേട്ടം കൊയ്ത പേരുകളിലൊന്ന് ബൈജൂസിൻ്റെതായിരുന്നു. കൊറോണയ്ക്ക് മുൻപ് $5 ബില്യൺ മൂല്യമുള്ള കമ്പനി 2022 ആവുമ്പോഴേക്കും $22 ബില്യൺ മൂല്യത്തിലേക്കായിരുന്നു ഉയർന്നത്. കമ്പനിയുടെ ആരംഭം മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ എഡ്യൂടെക് മേഖലയിലെ പല കമ്പനികളെയും ഏറ്റെടുത്തുകൊണ്ട് വളർന്ന ബൈജൂസ് അന്താരാഷ്ട്ര രംഗത്ത് തന്നെ പേരെടുത്ത ഈ ലേണിംഗ് രംഗത്തെ മഹാമേരുവായി വളരുകയായിരുന്നു. ഇക്കാലത്തിനിടയ്ക്ക് 2019 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സ്പോൺസർമാരായതും 2020 ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടൈറ്റിൽ സ്പോൺസർമാരായതും ഒടുവിൽ 2022 ഫിഫ വേൾഡ് കപ്പ് ഖത്തറിന്റെ ഒഫീഷ്യൽ സ്പോൺസർമാരായതുമെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ ടെക്നോളജി കമ്പനി എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ബൈജൂസിന് നൽകിയിട്ടുള്ള പ്രശസ്തി ചെറുതല്ലായിരുന്നു. കൊറോണയ്ക്ക് ശേഷമുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്കുള്ള മടങ്ങിപ്പോക്ക് ആദ്യം ബൈജൂസിന്റെ വളർച്ചയും പിന്നീട് നിലനിൽപ്പിനെയും തന്നെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് വായ്പയെടുത്ത പണം തിരിച്ചടയ്ക്കാൻ സാധിക്കാതെയായി. പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി കൂടുതൽ മൂലധനം കണ്ടെത്താൻ വരുമാനം പെരുപ്പിച്ച് കാട്ടുകയും വിദേശ വിനിമയ ചട്ടം മറികടന്ന് ഇടപാടുകൾ നടത്തുകയും ചെയ്തത് EDയുടെ കണ്ണുകൾ ബൈജൂസിന് നേരെ തിരിയാൻ കാരണവുമായി. ഇതിനിടയ്ക്ക് പല പ്രാവശ്യമായി നിരവധി തൊഴിലാളികളെ പിരിച്ചുവിടുകയും പല ഓഫീസുകളും അടച്ചുപൂട്ടുകയും ചെയ്യേണ്ടി വന്നു ബൈജൂസിന്. നിലവിൽ മാർക്ക് സുക്കർബർഗ് അടക്കമുള്ള ബൈജൂസിന്റെ നിക്ഷേപകർ ബൈജു രവീന്ദ്രൻ അടക്കമുള്ള ബോർഡിനെതിരായി മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ച ബൈജു രവീന്ദ്രന് അനുകൂലമായി മീറ്റിംഗ് റദ്ദാക്കാൻ സാധിക്കുകയില്ലെങ്കിലും മീറ്റിംഗിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സാധുതയുണ്ടായിരിക്കുകയില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിനു പുറകെയാണ് ബൈജു രവീന്ദ്രനെതിരായ ED ലുക്കൌട്ട് നോട്ടീസ് വന്നിരിക്കുന്നത്.